മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഇനി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ ആരംഭിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഏത് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണ്, ആ ഫണ്ട് ഏത് രീതിയിലുള്ള ഒരു പ്രോഫിറ്റാണ് നമുക്ക് നൽകുന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചു കാലം നിക്ഷേപം നടത്തിയ ശേഷം നമുക്ക് വലിയ റിട്ടേൺ ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താവശ്യത്തിനാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചത് അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഏത് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവരാണെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വരുമാനം ലഭിക്കുന്നില്ല എങ്കിൽ അതിനുള്ള കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ അല്ല നിങ്ങളിപ്പോൾ ചേർന്നിട്ടുള്ളത് എന്നാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഫണ്ടിൽ നിന്നും എക്സിറ്റായി നമ്മുടെ ലക്ഷ്യത്തിന് ആവശ്യമായിട്ടുള്ള പണം തരുന്ന മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപം മാറ്റുക തന്നെ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്താണ് മ്യൂച്വൽ ഫണ്ടെന്നും അതിൻ്റെ പ്രവർത്തന തത്വത്തെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്നിരുന്നാലും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ്. പ്രധാനമായും മ്യൂച്വൽ ഫണ്ടുകൾ രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ വിവിധ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അവ രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളും മറ്റൊന്ന് പാസീവ് മ്യൂച്വൽ ഫണ്ടുകളും. ഒട്ടുമിക്ക ആൾക്കാരും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആയിരിക്കും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള പണത്തെ നിക്ഷേപിക്കുകയും അതിൽ ഒരുപാട് പേർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും റിട്ടേൺ പ്രതീക്ഷിച്ചത് കിട്ടിയെന്നും വരില്ല. ഇനി ചിലവരെ സംബന്ധിച്ച് റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് പിൻവലിക്കുമ്പോൾ എക്സിറ്റ് ലോഡെന്നും ചാർജസ് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ അധികം തുക മ്യൂച്വൽ ഫണ്ട് മാനേജ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കിയതായിട്ടും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ വിവിധ തരത്തിലുള്ളതുണ്ട്. അതായത് മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, പിന്നെ ELSS ഫണ്ട്, അതുപോലെ ഫ്ലക്സി ക്യാപ്പ്, പിന്നെ സെക്ടോറിയൽ ഫണ്ടുകൾ, തിമാറ്റിക് ഫണ്ട് എന്നൊക്കെ പറയുന്ന കുറേയധികം മ്യൂച്വൽ ഫണ്ട് തരങ്ങളുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ് പാസീവ് അതുപോലെ ആക്റ്റീവ് ഫണ്ടുകളെന്നും വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും വളരെ വലിയൊരു റിട്ടേൺ ലഭിക്കുകയും ചെയ്യും. ഇനി അബദ്ധവശാൽ നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ മ്യൂച്വൽ ഫണ്ട് നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും വലിയൊരു നഷ്ടത്തിലേക്ക് പോകാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് എപ്പോഴും 14% ഏകദേശം ഒരു റിട്ടേൺ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഇടിയുന്ന സമയത്തൊക്കെ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് മാർക്കറ്റിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ, ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇക്വിറ്റി ഫണ്ടുകളെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ തരംതിരിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ആക്റ്റീവ് ഫണ്ടെന്നും രണ്ടാമത്തത് പാസീവ് ഫണ്ടെന്നും. ഇതിൽ ആക്റ്റീവ് ഫണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫണ്ട് മാനേജർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഫണ്ടിനെ ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ ഏത് സമയത്ത് ആ സ്റ്റോക്കിൽ നിന്നും പിൻവലിക്കണം, അതേപോലെ മറ്റേതെങ്കിലും സ്റ്റോക്കിലേക്ക് മാറ്റണമോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സദാസമയം വീക്ഷിക്കുകയും വാർത്തകളുടെ അടിസ്ഥാനത്തിലും ഒക്കെ ഓരോ കമ്പനികളുടെ ഓഹരികൾക്കുണ്ടാകുന്ന വില വ്യത്യാസം വളരെയധികം വിശദമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഫണ്ട് മാനേജർ നമ്മുടെ പൈസയെ വളരെ കൃത്യമായ രീതിയിൽ പരിപാലിച്ച് നമുക്ക് നല്ലൊരു റിട്ടേൺ നൽകിത്തരുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തത് പാസീവ് മ്യൂച്വൽ ഫണ്ട്. പാസീവ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഒട്ടുമിക്ക പാസീവ് മ്യൂച്വൽ ഫണ്ടുകളും ഒരു ഇൻഡെക്സ് ഫണ്ടുകളായിരിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നിഫ്റ്റി എന്ന് പറയുന്ന സൂചിക, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്ന. ഈ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സിൽ വരുന്ന 50 കമ്പനികളാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ഈ 50 കമ്പനിയിൽ
ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിനെ നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത് ഒരു പക്ഷേ ഫണ്ട് മാനേജർ എപ്പോഴും സദാസമയം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാവില്ല. അതായത് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഇൻഡെക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീം ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ, ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിക്ക് ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. ടാറ്റയ്ക്ക് നിരവധി കമ്പനികളുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, അതുപോലെ ഒരുപാട് ടൈറ്റാൻ. അപ്പോൾ ഈ ടാറ്റ കമ്പനിയിലെ എല്ലാ കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൽ ഏത് ലാഭം കൂടുന്നോ കുറയുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ടാറ്റയിലെ എല്ലാ കമ്പനികളും പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നഷ്ടം വരുമ്പോൾ നമ്മുടെ ഫണ്ടിന് നഷ്ടം വരാനുള്ള സാധ്യതയുമുള്ള ഒരു പ്രത്യേകിച്ച് ഫണ്ട് മാനേജർ ഒന്നും ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ആ ഇൻഡെക്സ് പ്രകാരം ആ ഫണ്ടുകളുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതുപോലെ പെർഫോം ചെയ്യുന്നതായിരിക്കും പാസീവ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സെക്ടറിൽ ഉള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറേയധികം കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതിനൊരു ഇൻഡെക്സ് ഉണ്ടാവും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ബാങ്കിങ് സംബന്ധമായിട്ടുള്ള കമ്പനികൾ മാത്രമുള്ളതിൻ്റെ ഒരു ഇൻഡെക്സാണ്. അപ്പോൾ ഈ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളാണ് പാസീവ് ഫണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ ആ സെക്ടറിലുള്ള ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ആ കമ്പനികളിൽ ഏതെങ്കിലും കമ്പനി പെർഫോമൻസ് മോശമാണ്, വില കുറയുകയാണെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് മറ്റൊരു കമ്പനിയിലേക്ക്, അതായത് വില കൂടുന്ന അതേ മേഖലയിലുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിലേക്ക് നമ്മുടെ പൈസയെ മാറ്റി വാങ്ങുന്നതാണ് ആക്റ്റീവ് ഫണ്ട് മാനേജർ കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകൾ. അപ്പോൾ ഈ രണ്ട് ഫണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ട് ഫണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പ്രധാനമായിട്ടും ആക്റ്റീവ് ഫണ്ടുകളെ സംബന്ധിച്ച് ഒരു ഫണ്ട് മാനേജർ സദാസമയം ഫണ്ട് നമ്മുടെ ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുന്നത് കൊണ്ടും അവർ അനലൈസ് ചെയ്യുന്നത് കൊണ്ടും അവർക്കുള്ള ഒരുപാട് ചിലവുകളുണ്ട്. അതുപോലെ തന്നെ ഓഹരികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെയുള്ള ചിലവുകളും നിരവധിയാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ആക്റ്റീവ് ഫണ്ടുകൾ വാങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ചിലവ്, എക്സിറ്റ് ലോഡ് കൂടുതലായിരിക്കും. 1% മുകളിൽ വരുന്നതൊക്കെ നമുക്ക് എല്ലാം തന്നെ ആക്റ്റീവ് ഫണ്ടുകളായിരിക്കും. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഉയർന്ന റിട്ടേൺ പ്രതീക്ഷിക്കാം. കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നല്ലൊരു ഫണ്ട് മാനേജർ ആണെങ്കിൽ എപ്പോഴും സദാസമയം മാർക്കറ്റ് വാച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പണം കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ നമുക്ക് നേടിത്തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫണ്ട് മാനേജർ അല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് ഇത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ട് ഒരു പക്ഷേ നമുക്ക് ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിയുന്ന സമയത്ത് ചിലപ്പോൾ നഷ്ടം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ പാസീവ് ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് അടിസ്ഥാനത്തിലായിരിക്കും അത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഫണ്ട് മാനേജർ എല്ലാ സമയവും മാർക്കറ്റ് അനലൈസ് ചെയ്യേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജറെ സംബന്ധിച്ച് വളരെയധികം ചിലവ് കുറവാണ്. അപ്പോൾ സെബിയുടെ ഒരു നിയമപ്രകാരം എക്സിറ്റ് ലോഡൊക്കെ 1% താഴെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫണ്ട് വാങ്ങാൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ഫണ്ടിൻ്റെ എക്സിറ്റ് ലോഡ് നോക്കിയിട്ട് നമുക്ക് അതൊരു ആക്റ്റീവ് ഫണ്ടാണോ അല്ലെങ്കിൽ പാസീവ് ഫണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒട്ടുമിക്ക ഇൻഡെക്സ് ഫണ്ടുകളും പാസീവ് ഫണ്ടുകളാവാനാണ് സാധ്യത. അപ്പോൾ എന്താണ് ആക്റ്റീവ് ഫണ്ടെന്നും അതുപോലെ തന്നെ എന്താണ് പാസീവ് മ്യൂച്വൽ ഫണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ആക്റ്റീവ് ഫണ്ടും പാസീവ് ഫണ്ടുമായിട്ടുള്ള എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും വിവിധ തരത്തിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഏറ്റവും വലിയ ക്യാപിറ്റലൈസേഷനുള്ള ഫണ്ടുകളെ ലാർജ് ക്യാപ്പ് ഫണ്ടുകളെന്നും അതുപോലെ ഏറ്റവും കുറഞ്ഞ 1000 കോടിക്ക് താഴെ വരുന്ന ഫണ്ടുകളെ നമുക്ക് ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടുകളെന്നും അതുപോലെ തന്നെ ഇതിനിടയിൽ വരുന്ന കമ്പനികളെ അല്ലെങ്കിൽ വളരെയധികം വളർച്ചാ സാധ്യതയുള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളെ നമുക്ക്
മിഡ് ക്യാപ്പ് ഫണ്ടുകളെന്നും വിളിക്കാം. അപ്പോൾ ഈ ഇക്വിറ്റി ഫണ്ടുകളെ തന്നെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഫ്ലക്സി ക്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ പ്രധാനമായിട്ടും ഈ ഫ്ലക്സി ക്യാപ്പ് എന്നൊക്കെ പറയുന്നത് കൂടുതൽ ആക്റ്റീവ് ഫണ്ടുകളായിരിക്കും. ഇപ്പോൾ മിഡ് ക്യാപ്പ് അതായത് വളരെ ചെറിയ കമ്പനികളിലും എന്നാൽ വലിയ ലാർജ് ക്യാപ്പ് കമ്പനികളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ഒട്ടുമിക്കതും ഒരു മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഫ്ലക്സി ക്യാപ്പ് ഫണ്ടുകളായിരിക്കും. ഇവയും നമുക്ക് കൂടുതൽ റിട്ടേൺ നൽകുന്ന ഫണ്ടുകളാണ്. അതുപോലെ മറ്റൊരു രീതിയിലുള്ള ഇക്വിറ്റി ഫണ്ടുകളാണ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകൾ. അതായത് ഏതെങ്കിലും സെക്ടറൽ ബേസ്ഡ് ആയിട്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും തീം ബേസ്ഡ് ആയിട്ടോ ഉള്ള ഒരു ഫണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഫണ്ടുകളും നമുക്ക് ഉയർന്ന റിട്ടേൺ നൽകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്മോൾ ക്യാപ്പ് ആയിട്ടുള്ള ഫണ്ടുകൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ഫണ്ടാണോ പാസീവ് ഫണ്ടാണോ എന്നും കൂടെ നമ്മൾ തീരുമാനമെടുക്കണം. അപ്പോൾ ലോങ് ടേമിലേക്കൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചില കമ്പനികളുടെ പെർഫോമൻസ് ലോങ് ടൈമിലേക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് കൂടുതലാണ്. എന്നാൽ നമുക്ക് ഉയർന്ന റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഫ്ലക്സി ക്യാപ്പുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് വൈവിധ്യവൽക്കരിച്ച ഫണ്ടുകളെന്ന് പറയാം. അതായത് ഫണ്ട് മാനേജർ വളരെയധികം അനലൈസ് ചെയ്തതിന് ശേഷം വ്യത്യസ്ത മേഖലകളിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മളൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളതോ ഒക്കെ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഈ പറയുന്നതെല്ലാം തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിട്ടാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഫണ്ടുകളുണ്ട്. ELSS ഫണ്ടും അതുപോലെ തന്നെ നമുക്ക് കുറേയധികം ഫണ്ട്, അതായത് ഡെപ്റ്റ് കടപ്പത്രങ്ങളിലും ഒക്കെ ETF-കളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഈ ഇക്വിറ്റി ഫണ്ടിലായിട്ട് വരുന്നതല്ല. പാസീവ് ഫണ്ടിൽ ഒരു ഉദാഹരണമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ETF-കൾ. അപ്പോൾ ETF-കൾ വാങ്ങുന്നതും പാസീവ് ഫണ്ടുകൾ വാങ്ങുന്നതും ഏകദേശം ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് ETF-കൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ ദിവസവും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ കാണാൻ പറ്റും. എന്നാൽ പാസീവ് ഫണ്ടുകളെ സംബന്ധിച്ച് NAV എന്ന് പറയുന്നത് മാസത്തിലായിരിക്കും അത് അപ്ഡേറ്റ് ആയി വരുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരാഴ്ചയിലായിരിക്കും അതിൻ്റെ വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളൊരു ഇക്വിറ്റി ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പോകേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും റിസ്ക് കുറഞ്ഞ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ കടപ്പത്രങ്ങളുമായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഫണ്ടുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇക്വിറ്റി ഫണ്ടുകളിൽ ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്, അതുപോലെ വിവിധ തരത്തിലുള്ളത് സ്മാൾ ക്യാപ്പ്, അതുപോലെ തന്നെ മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്നിങ്ങനെയുണ്ട്. അപ്പോൾ എന്താണ് ഇക്വിറ്റി ഫണ്ടുകൾ എന്നതിനെക്കുറിച്ചും വിവിധ തരത്തിലുള്ളത് ഏതൊക്കെയാണെന്നും വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു.